മമതാ ബാനർജി ഇത്തവണ ബംഗാളിൽ സർവൈവ് ചെയ്യുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി അനലൈസ് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഡ്വാൻറ്റേജ് BJPക്ക് തന്നെയാണ്. നിലവിൽ BJPക്ക് വ്യക്തമായുള്ള ഒരു അഡ്വാൻറ്റേജ് ബംഗാളിലുണ്ട്. കാരണം ആൻറ്റി ഇൻകംബൻസി അത്രക്കും ഹെവി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 15 വർഷത്തെ ഭരണം ബംഗാളികളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ തവണ മമതയുടെ ചീപ്പ് ട്രിക്കും സെന്റിമെന്റ്സും അവസാന നിമിഷത്തെ ബംഗാളി പ്രൈഡ് കൊണ്ടുവരാനുള്ള ശ്രമവും ഇതിലൊക്കെ അവർ വീണിരുന്നു. പക്ഷേ ഇത്തവണ അതിന് അവർ നിന്നുകൊടുക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും ആ രീതിയിലുള്ള റിയാലിറ്റിയൊക്കെയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം BJP ആണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഉള്ള പ്രവർത്തനത്തിലേക്ക് മത്സരം മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് BJP. RSSൻ്റെ എല്ലാ സപ്പോർട്ടും BJPക്ക് ബംഗാളിലുണ്ട്. അതുകൂടാതെ BJP ക്യാമ്പ് ഇപ്പം ഒരു ഡിവൈഡഡ് ഹൗസേ അല്ല, ഒരു യൂണിഫൈഡ് ഹൗസാണ്. അതിനുവേണ്ടി ഇപ്പം സർസംഘചാലക് കഴിഞ്ഞ മാസം അവിടെ പോയിരുന്നു, ബംഗാളിൽ പോയിരുന്നു. അതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ബംഗാളിൽ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും ഒരുപാട് സന്ദർശനങ്ങൾ നടത്താൻ പോകുന്നു. അമിത്ഷാ പോയിരുന്നു. അതുകൂടാതെ JP നദ്ദ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളിൽ എത്തിയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ബംഗാളി പ്രൈഡിന് ഒരു തരത്തിലും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് ഇത്തവണ BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ അവസാനം പുറത്തു നിന്ന് വന്ന ആളുകൾ ബംഗാൾ പിടിക്കുന്നുള്ളൊരു നെഗറ്റീവ് കൊണ്ടുവരാൻ മമതാ ബാനർജിക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ബംഗാളി ലീഡേഴ്സിനെ തന്നെ ഫോർ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് അണിയറയിലാണ് BJPയുടെ സെൻട്രൽ ടാക്ടീഷ്യൻസ് ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതാണ് ഇത്തവണത്തെ BJPയുടെ ഒരു സ്ട്രാറ്റജി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് മത്സരമാക്കിയിട്ട് മാറ്റുന്നു. ഹെവി ആൻറ്റി ഇൻകംബൻസി ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ഒരു അനുകൂലമായ ഘടകം BJPക്ക് ഉള്ളത് മത്സരം ഒരു ബൈപോളർ സിറ്റുവേഷനിലേക്ക് പോകുന്നു. അതായത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് വളരെ അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാകും. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ BJPക്ക് ഇത്തവണ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ മമതയെ വീഴ്ത്തണമെങ്കിൽ ഒരു 5 മുതൽ 6% വരെ വോട്ട് BJP അഡീഷണലായിട്ട് പിടിക്കണം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് 40% വോട്ട് ലഭിച്ചത്. അപ്പം BJPക്ക് ഫിക്സഡ് ആയിട്ട് ബംഗാളിൽ ഒരു 40% വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞെങ്കിൽ പോലും ആ വോട്ട് ബാങ്ക് BJPയുടെ അവിടെ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 7% വോട്ട് ഡിഫറൻസ് ആണ് BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 10% അപ്പോൾ അന്ന് മമതാ ബാനർജിയെ സംബന്ധിച്ച് അവസാന നിമിഷം ആ ഒരു സിമ്പതി വേവ്, ബംഗാളി പ്രൈഡൊക്കെ ഉയർത്തി ആ രീതിയിൽ മമത ഒരു വലിയൊരു സിമ്പതി വേവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം മമത നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഒന്നിപ്പം ഈ ഒരു കോൾ സ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ്. നിർണായക രേഖകളാണ്. ഒരു പ്രൈവറ്റ് ഓഫീസിൽ പോയി സ്റ്റേറ്റ് മിഷനറിയും DGP ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പരിവാരത്തിനൊപ്പം മമത പോയിട്ട് അവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടുവന്നത്. അതാണെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് പോയിരിക്കുകയാണ്. EDയുടെ കേസ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കണം. മമതാ ബാനർജിയെ സംബന്ധിച്ച് മമതാ ബാനർജിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹവാല പണമിടപാടുകളുടെ ഒരു വലിയ രേഖകളൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് വരികയാണെങ്കിൽ പൂർണ്ണമായും സാഹചര്യം തൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ആശങ്ക മമതാ ബാനർജിക്കുണ്ട്. ഗോവയിലേക്ക് ഏതാണ്ട് 20 കോടിയോളം വരുന്ന ഹവാല പണം ഒഴുക്കി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മമതാ ബാനർജിയെ ശരിക്കും ഒരു ഡിഫെൻസീവ് വിക്കറ്റിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ മമതാ ബാനർജി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് SIR ആണ്. SIRൻ്റെ ഒരു എഫക്റ്റ് ബംഗാളിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ വഴി ഏതാണ്ട് 58 ലക്ഷത്തോളം വരുന്ന കള്ള വോട്ടുകൾ പുറത്ത് പോയിരിക്കുകയാണ്. ഇത് മമതയെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം മമതയുടെ ഒരു പ്രധാന ആയുധം എന്ന് പറയുന്നത് ഒന്ന് ഭീഷണി, ഗുണ്ടാരാജ്. അത് പറഞ്ഞ് ജനങ്ങളെ കൃത്യമായിട്ട് പേടിപ്പിച്ച് വോട്ടുകൾ നേടുക. അതിനൊപ്പം വ്യാപകമായിട്ട് സ്റ്റേറ്റ് മിഷനറിയെയും ഇലക്ഷൻ കമ്മീഷൻ്റെ മിഷനറിയൊക്കെ മറികടന്ന് കള്ള വോട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഇത്തവണ നടക്കില്ലെന്നത് മമതാ ബാനർജിക്ക് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിഭ്രാന്തി മമതയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലാണ് ഇപ്പോൾ ഈ കോൾ സ്കാമിൻ്റെ വിഷയം കൂടെ വന്നിരിക്കുന്നത്. അപ്പം പരമാവധി BJPക്കെതിരെ തിരിച്ചുവിടാൻ തങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന് സ്ഥാപിക്കാനായിരിക്കും മമത ശ്രമിക്കുക. പക്ഷേ എന്നാലും ഇത്തവണ അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഒരു മോഡൽ എപ്പോഴും പയറ്റുമ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. ബംഗ്ലാദേശിലെ വിഷയങ്ങളും മമതാ ബാനർജിക്ക് വലിയ ഒരു തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം മമതാ ബാനർജിയുടെ ഈ ബംഗ്ലാദേശി സ്നേഹം പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഹിന്ദു പോളറൈസേഷൻ, ഒരു വലിയ തോതിലുള്ള ഒരു ഹിന്ദു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ, ഹിന്ദു യുവാക്കളെ തുടർച്ചയായിട്ട് കൊല ചെയ്യുന്ന സംഭവങ്ങൾ, ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെയുള്ള
അതിക്രമങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗാളി ജനങ്ങളെ സംബന്ധിച്ച് അത് അവർക്ക് റിലേറ്റ് കൂടുതൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, മമതാ ബാനർജി പലപ്പോഴും ഇത്തരം ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുമായിട്ട് സന്ധി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു മമതാ ബാനർജി വേവിന് കാരണമാകാൻ ഈ ഹിന്ദു പോളറൈസേഷനും സാധിക്കും. ബംഗാളിലെ ഏതാണ്ട് 68 മുതൽ 70% വരുന്ന ഒരു ജനവിഭാഗം ഹിന്ദുക്കളാണ്. എന്നാൽ 30%-നടുത്ത് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഹിന്ദു പോളറൈസേഷൻ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ BJP ചിലപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് വരെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അവസാന നിമിഷത്തെ കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഒരു ഫൈനൽ ഔട്ട്കം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി പോകുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മുൻ തൃണമൂൽ കോൺഗ്രസ് MLA ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവർ ISF എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം പാർട്ടിയുമായി ചേർന്ന് ഒവൈസിയുടെ പാർട്ടിയും ഒരുമിച്ചുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു മുസ്ലിം മുന്നണി എന്നുള്ള രീതിയിലാണ് മത്സരിക്കുന്നത്. ഹുമയൂൺ കബീർ പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജിയെ ഏത് വിധേനയും ഞങ്ങൾ പരാജയപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുർഷിദാബാദ്, മാൾഡ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ഈ പറയുന്ന പാർട്ടി നല്ലൊരു ശതമാനം വോട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് നിർമ്മാണം ആണ് അവരുടെ പ്രധാന അജണ്ട. അതുമായി ബന്ധപ്പെട്ട് ശിലാസ്ഥാപനമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് മുർഷിദാബാദ് ജില്ലയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതൊരു വൈകാരിക വിഷയമാക്കി മാറ്റാൻ ഹുമയൂൺ കബീറിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന് ഏതാണ്ട് ഒരു 70-75% വരുന്ന മുസ്ലിങ്ങളുടെ, സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയുടെ 75% വരുന്ന ആളുകളുടെ ഒരു പിന്തുണ ലഭിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കൊക്കെ ആ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ബൈപോളർ ആണ് മത്സരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കുറവാണ് നിലവിൽ. അതിനൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മമതയ്ക്ക് ഇരട്ടി തിരിച്ചടിയാകും എന്നുള്ളതാണ്. മമതാ ബാനർജി ആണെങ്കിൽ ഈ ഹിന്ദു ബാക്ക്ലാഷ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മമതാ ബാനർജി സന്ദർശിച്ചിരിക്കുന്നത്. താനൊരു ലോയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഭക്തിയാണെന്നൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് അവിടെ മുന്നോട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ ഒരു ഡിഫറെൻറ്റ് ടാക്ടിക്സുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം മമതാ ബാനർജിക്ക് വലിയ ഒരു ആശങ്ക തന്നെയാണ് സമ്മാനിക്കുന്നത്. കാരണം ബംഗാളി ജനങ്ങളെക്കുറിച്ച് പൊതുവെ പറയുന്നത് അവർ വളരെ സഹനശക്തിയുള്ള ആളുകളാണ്. പരമാവധി അവർ സഹിക്കും. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കാളി ദേവിയെ ഉപാസിക്കുന്നവരാണ് ഭൂരിഭാഗം വരുന്ന ബംഗാളികൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവർ രൗദ്രഭാവം പുറത്തെടുക്കും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. 2011 CPMൻ്റെ ദുർഭരണം അവസാനിച്ച് അന്ന് മമതയെ അവർ അധികാരത്തിലേറ്റി. വലിയ പ്രതീക്ഷയോടെയാണ് അവർ അധികാരത്തിലേറ്റിയത്. ഇന്ന് CPMനെ വെല്ലുന്ന രീതിയിലുള്ള ഗുണ്ടാരാജും അരാജകത്വവുമായിട്ട് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും പോവുകയാണ്. അപ്പം സമയമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ബംഗാളികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബംഗാളിൽ എങ്ങനെ ജനവിധി വരും എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.